നമസ്കാരം. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി അഡോപ്ഷൻ വളരെയധികമായിട്ട് ഡിലേ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ? എന്തുകൊണ്ടാണ് മീൻസ് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ലൈഫിൽ ഇതുവരെയായിട്ട് മീൻസ് കഴിഞ്ഞ 3, 4, 5 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷമായിക്കോട്ടെ ക്രിപ്റ്റോ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മീൻസ് ക്രിപ്റ്റോ ഉപയോഗിക്കണില്ല. എന്തുകൊണ്ടാണ്? ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. അത് ഫസ്റ്റത്തെ കാര്യമാണ്, മനസ്സിലായോ? അത് മാത്രമല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്. മീൻസ് അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു രീതി ഉണ്ട്, മനസ്സിലായോ? ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ്, എഞ്ചിനും ഇന്റർഫേസും കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UPI ആണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ആ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എല്ലാ ബാങ്കുകളും കണക്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റന്റ് സെറ്റിൽമെന്റ് ആണ്, ഫാസ്റ്റ് ആണ്, ചീപ്പാണ്, ഫ്രീ ആണ്, ചീപ്പല്ല ഫ്രീ ആണ്, മനസ്സിലായോ? പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട്. ഇത് 3 കാര്യങ്ങളുണ്ട് ഇവിടെ. ഇത് ക്രിപ്റ്റോ ചെയ്യണ്ട. മീൻസ് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട്, നിങ്ങൾ ക്രിപ്റ്റോ മാർക്കറ്റ് എടുത്ത് നോക്കുക, ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണ്ടോ? മീൻസ് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചോദ്യം. പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ടോ? നിന്റെ കാശ് പോയി, അതിന് സെക്യൂരിറ്റി മെക്കാനിസംസ് ഉണ്ടോ നിന്റെ കാശ് പ്രൊട്ടക്ട് ചെയ്യാൻ? മീൻസ് നിങ്ങൾക്ക് കാശ് തിരിച്ചു പോയി ആരെങ്കിലും ഉണ്ടോ? നിന്റെ കാശ് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? മീൻസ് നിന്റെ കൺസേൺസ് രേഖപ്പെടുത്താൻ, ഗ്രീവൻസസ് രേഖപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ? ഗവൺമെന്റ് എപ്പോഴും ഒരു എൻറ്റിറ്റി ആയിട്ട് നിൽക്കണം. ഗവൺമെന്റ് നിൽക്കി മീൻസ് ഒരു പാരന്റ്. മീൻസ് നമുക്കതിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിന് ചോദിക്കാം. ഇപ്പൊ UPIയുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് പൊതുവെ ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ബാങ്കിനെ വിളിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല. 2 പിന്നിൽ ഗവൺമെന്റാണ് നിൽക്കുന്നത്, ഇതിന്റെ പിന്നിലൊക്കെ ബാങ്കുകളുടെ, മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ക്രിപ്റ്റോ കറൻസിക്ക് ഇല്ല. അത് ഡീസെൻട്രലൈസ് ലോകമാണ്, ചോദിക്കാനും പറയാനൊന്നും ആരില്ല, മനസ്സിലാക്കുക. ഈ പൊതുജനം, ഈ സാധാരണ ജനത മീൻസ് ഇന്ത്യയിലത്തെ അവർക്ക് എപ്പോഴും ഒരാളെ വേണം. അവരെ സംബന്ധിച്ച് അവർ കുറച്ച് കാശ് ഉണ്ടാക്കണം. മീൻസ് ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് മണിയാണ്, ഒട്ടുമിക്ക എല്ലാവരും ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് മണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ കാശ് പോയിട്ടുണ്ടെങ്കിൽ, സാധാരണ ജനത കാശ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു അടിയാണ് അവർക്ക് കിട്ടുക. ചോദിച്ചിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരുമില്ല. മീൻസ് ഇതെങ്ങനെ തിരിച്ച് കിട്ടുക, കാശ് ഹാക്കായി പോയി രേഖപ്പെടുത്താൻ ഒരാളില്ല, മനസ്സിലാക്കുക. ഈ സാധനം അവിടെ ഇല്ല. പിന്നെ കാശ് അയച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് കൊടുക്കണം. എവിടെ? ക്രിപ്റ്റോ കറൻസി ലോകത്ത് ആ ബ്ലോക്ക് ചെയിൻ്റെ മെയിൻ്റനൻസിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാലറ്റ് ട്രാൻസാക്ഷൻ നടത്തി തന്നെ വയ്ക്കും. സ്റ്റേബിൾ കോയിൻ എത്രയും ബ്ലോക്ക് ചെയിൻ വഴിയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. എന്നാലും നമ്മൾ ഫീസ് കൊടുക്കണം ബേസിക്കലി. ഇത് UPIക്ക് വേണ്ട. മീൻസ് UPI ഉപയോഗിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കാം, UPI ഇപ്പൊ 10 ബില്യൺ ട്രാൻസാക്ഷൻ മന്ത്ലി ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. ഇപ്പൊ അതും ഫ്രീ ആണ് ബേസിക്കലി, എല്ലാവർക്കും നടത്താം. യൂസേഴ്സിന് സാധാരണ യൂസേഴ്സിന്. പിന്നെ പ്രീപെയ്ഡ് വാലറ്റിന് ഒരു 1.1% ഫീ കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണ് അവർ ഫീ പിടിക്കണുള്ളൂ. പിന്നെ വലിയ വലിയ ബിസിനസ്സുകൾക്കും ഉണ്ട്, ലാർജ് ട്രാൻസാക്ഷൻ ഒക്കെ, അതിനൊക്കെ പിന്നെയും ഫീ വരുന്നുണ്ട്. പക്ഷെ സാധാരണ അതിന് ഫീ ഇല്ല. അത് മനസ്സിലാക്കണം. അവര് പറയണത്, ഗവൺമെന്റ് പറയുന്നത് ആൾട്ടർനേറ്റീവ് സോഴ്സസ് വഴി ഞങ്ങൾ കാശ് കണ്ടെത്തുന്നു, എന്നിട്ട് ഇത് ഫ്രീ ആക്കി വെക്കും. ഈ ബാങ്കുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇൻസെന്റീവ്സ് കാരണം കൊണ്ടാണ്. ബേസിക്കലി ഗവൺമെന്റ് ഫോർസിബിൾ ഫ്യൂച്ചർ വരെ അവർ ഇൻസെന്റീവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അവരെപ്പോഴും ഫ്രീ ആക്കി വെക്കാനാണ് അവർ തീരുമാനിച്ചു വെച്ചേക്കുന്നത്, മനസ്സിലായോ? ഇത് ക്രിപ്റ്റോ ഉണ്ടാ. ക്രിപ്റ്റോ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ല. മീൻസ് ക്രിപ്റ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൈവസി ഉണ്ടാകും, പ്രൈവസി ഫോക്കസ്ഡ് ആയിരിക്കും. നമുക്ക് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കാൻ പറ്റും, ഒരു അനോണിമസ് ആയിട്ട് പ്രൈവസി ഫോക്കസ്ഡ് രീതിയിൽ. ബേസിക്കലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് അയക്കാം, അതൊരു ഗുണമാണ്. പക്ഷെ നമ്മുടെ പൊതുജനത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ല. പ്രൈവസി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രൈവസി മതി, മനസ്സിലായി? പിന്നെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ബഹുഭൂരിഭാഗം ആൾക്കാർ ക്യാഷിലാണ് ഡീൽ ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം പ്രൈവസി അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ UPI ഉപയോഗിക്കുന്നുണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അവർ. എന്നാലും ഒരു വലിയ സെഗ്മെന്റ് ആൾക്കാർ ഇപ്പോൾ ഡിജിറ്റൽ ആയി ഞാൻ വിശ്വസിക്കുന്നു. ബേസിക്കലി ഏകദേശം 500 മില്യൺ ആൾക്കാർ UPI ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിലായി? ചെറിയ 50 കോടിയുടെ അടുത്ത് ആൾക്കാർ UPI ഉപയോഗിക്കേണ്ടത്. അർബൺ ഏരിയയിലാണ് കൂടുതൽ പോപ്പുലേഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെ റൂറൽ ഏരിയയിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എനിക്ക് അറിയില്ല ഇപ്പോഴും അവിടെ. ഇപ്പോൾ പക്ഷെ അവിടേക്ക് എത്തുന്നുണ്ട്, അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഇടയിൽ ക്രിപ്റ്റോ അവർ ഇന്റഗ്രേറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സാധ്യത വളരെ കുറവാണ്. ഇത്ര നല്ല സംവിധാനം വഴിയുള്ള സമയത്ത് എന്തിനാണ് നമ്മൾ ഇത്രയും ചിലവ് കൂടിയ അല്ലെങ്കിൽ ഇത്രയും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അവർ ചിന്തിക്കും, അല്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക സംവിധാനങ്ങളൊന്നും ഇല്ല. UPI പോലത്തെ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രൈവറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ ട്രാൻസ്ഫർ നടത്തുന്നത്, അവർ ഫണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെൻമോ അല്ലെങ്കിൽ സെലെ അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് ആപ്ലിക്കേഷൻ ആശ്രയിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആപ്ലിക്കേഷൻ മീൻസ് അവര് ഒരു ഫീ വെക്കും ബേസിക്കലി, മനസ്സിലായി? ചില പ്രൈവറ്റ് ആപ്ലിക്കേഷൻ വേൾഡ് ഗാർഡൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുത്തകയായിട്ട് നിൽക്കും. ബേസിക്കലി അവർ ഫീ വെക്കുക, അത് വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. മനസ്സിലായി? സെൻഡ് ചെയ്യാനൊക്കെ, വിഡ്രോ ചെയ്യാൻ എത്ര ഫീ, വെൻമോലൊക്കെ വിഡ്രോ ചെയ്യാനും സെൻഡ് ചെയ്യാനൊക്കെ ഫീ ഉണ്ട്. ചിലയിൽ അത്ര ഇല്ല, വിഡ്രോ ചെയ്യാൻ ഫീ ഉണ്ട്. അങ്ങനെ
പക്ഷെ ഇവിടെ ഫ്രീ ആണ്. മനസ്സിലായി. പിന്നെ ഇന്റർ ബാങ്ക് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ബാങ്ക് വേറെ ബാങ്കായിട്ട് ഫ്രീ ആയിട്ട്, ഫീലെസ് ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംവിധാനം ഇല്ല. അവരുടെ സംവിധാനം വെച്ചാൽ FedNow ആണ്. അത് ഇൻഫ്രാസ്ട്രക്ചർ ലെയർ. ഈ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ ബാങ്കുകൾ ഏറ്റെടുക്കണം, എന്നിട്ട് അതിന്റെ മുകളിൽ പണിയണം ഒരു ഇന്റർഫേസ്. എന്നാൽ മാത്രം UPI പോലത്തെ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്നാലും കമ്പയറബിൾ അല്ല. ഈ FedNow ബാങ്കുകൾക്ക് ഒരു ഫീ വെച്ചിട്ടുണ്ട് ബേസിക്കലി. അവർ ഫീ ഈടാക്കുന്നുണ്ട് ബാങ്കുകളുടെ അടുത്ത്. അപ്പൊ ബാങ്കുകൾ ഇത് ട്രാൻസ്ഫർ ചെയ്യാം ഈ ഫീ യൂസേഴ്സിന്. അതിനൊരു ധാരണയായിട്ടില്ല. മനസ്സിലായി. ഒരു ധാരണയില്ല. ഇവിടെ അങ്ങനെയല്ല, ധാരണയുണ്ട്. യൂസേഴ്സിന് ഫ്രീ ആയിട്ട് തന്നെ സർവീസ് കൊടുക്കണമെന്നുണ്ട്. മനസ്സിലായി. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രൈവറ്റ് അപ്ലിക്കേഷൻസും ഈ വക ഇൻഫ്രാസ്ട്രക്ചർ ലെയർ ഉണ്ടെങ്കിൽ അവർക്കൊരു ധാരണയില്ല യൂസേഴ്സിന് ഫീ പാസ് ചെയ്ത് കൊടുക്കണോ ഇല്ലെന്ന്. അതിനൊന്നും ഒരു വ്യക്തത ഇല്ല. അതുകൊണ്ട് ഈ ജീനിയസ് ആക്ട് ബേസിക്കലി ഇപ്പൊ നടന്ന ഒരു ആക്ടാണ് ജീനിയസ് ആക്ട്, സ്റ്റേബിൾ കോയിൻ ആക്ട് ആണ്. അത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ജനതയ്ക്ക് ഉപകാരപ്രദമാവാം എന്ന് പറയാൻ നമുക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാലറ്റ് വഴി നമുക്ക് സ്റ്റേബിൾ കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനേക്കാണ് ചിലവ് കുറവിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ അവിടെയും ശരി, അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഒക്കെ അനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ എതേറിയോ അല്ലെങ്കിൽ വേറെ കുറെ ബ്ലോക്ക് ചെയിൻ ഉണ്ടല്ലോ, കാർഡാനോ അല്ലെങ്കിൽ ഏത് ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചാലും ഒരു ചെറിയ ഫീ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക് ചെയിൻ മെയിൻ്റെനൻസിനൊക്കെ അവർ കാശ് ഈടാക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്, സാധാരണ യൂസേഴ്സ് നിന്ന്. മീൻസ് ബ്ലോക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ടും പിന്നെ ഈ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കെട്ടിവെച്ച് അല്ലെങ്കിൽ കാശ് പ്ലഗ് ചെയ്ത കുറെ ആൾക്കാരുണ്ടല്ലോ വെരിഫിക്കേഷന് വേണ്ടിയിട്ട്, അവർക്കൊക്കെ കാശ് കൊടുക്കണ്ടേ. അപ്പൊ ഈ ചെറിയൊരു ഫീ ഈടാക്കുന്നുണ്ട് അതിന്. മീൻസ് ആരുടെ അടുത്ത് നിന്ന്? യൂസേഴ്സിന്റെ അടുത്ത് നിന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഫ്രീ ഒന്നല്ല. മനസ്സിലായോ? ഫ്രീ ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഡിസൈൻ ഫ്രീ ആക്കാം. പക്ഷേ ഗവൺമെന്റിന്റെ പോലെ അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല കോസ്റ്റ്. അതുകൊണ്ട് അവര് ചെറിയൊരു ഫീ യൂസേഴ്സിന്റെ മുകളിൽ വെക്കും. മനസ്സിലായോ? അപ്പൊ അത് എന്തായാലും ഉണ്ടാവും, ഒരു ചെറിയ ഫീ അവർ വെക്കും. അപ്പൊ എന്തായാലും അവര് ഒരു ചെറിയ ഫീ കൊടുക്കേണ്ടി വരും ഏത് ട്രാൻസാക്ഷൻ നടത്തുന്ന ആള്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഈ അമേരിക്കയിൽ ഇത് ഗുണകരമാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ FedNow മെയിൻ സ്ട്രീം ആയിട്ടില്ലാത്തത് കൊണ്ട്, പിന്നെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് FedNow അത്ര മെയിൻ സ്ട്രീം ആവണില്ല. അവിടെ ഈ സ്റ്റേബിൾ കോയിൻസ് ആയിരിക്കും കൂടുതൽ പ്രിവലന്റ് ആവുക. മീൻസ് സ്റ്റേബിൾ കോയിൻ ഇഷ്യൂസ് സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും സാധാരണ ജനതയ്ക്ക്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡോളർ വാങ്ങും. ബേസിക്കലി ഡോളർ വാങ്ങിയിട്ട് ഈ ഡോളറിന് തുല്യമായിട്ടുള്ള സ്റ്റേബിൾ കോയിൻ, അവരുടെ സ്വന്തം സ്റ്റേബിൾ കോയിൻ അവർ ഇഷ്യൂ ചെയ്ത് കൊടുക്കും ജനതയ്ക്ക്. അത് വാങ്ങാനുള്ള ആൾക്കാരുണ്ടാവും. അവർ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല. മീൻസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഫ്രീ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ കൊടുക്കുമ്പോൾ, ഡോളർ പേക്ക് സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ കൊടുക്കുമ്പോൾ, ഈ ഡോളറിൽ പേക്ക് ചെയ്തിട്ടുള്ള സ്റ്റേബിൾ കോയിൻ അല്ലെങ്കിൽ ഡോളർ അവർ ട്രഷറി ബോണ്ട്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ട്സുകളൊക്കെ വാങ്ങി വെക്കും. മീൻസ് വേറെ ആസറ്റുകൾ വാങ്ങും ബേസിക്കലി ഈ ബോണ്ടുകൾ പോലത്തെ. എന്നിട്ട് അതിൽ ഈൽഡ് ഉണ്ടാക്കും. ഈൽഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുക. പിന്നെ ഇത് ഫിയറ്റ് ആക്കുമ്പോൾ തിരിച്ച് അതിലും ഒരു കമ്മീഷൻ വയ്ക്കും. അപ്പൊ അവിടെയും പ്രോഫിറ്റ് ഉണ്ടാക്കും. അവർക്ക് സുഖമാണ് ഈ കാര്യത്തിൽ. മീൻസ് ആൾക്കാർ വാങ്ങാനുണ്ടായാൽ മതി. ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് സ്റ്റേബിൾ കോയിൻസ് വാങ്ങാൻ ആൾക്കാരുണ്ടായാൽ മതി. സ്റ്റേബിൾ കോയിൻസ് ഡിമാൻഡ് ഉണ്ടായാൽ മതി. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീനിയസ് ആക്ടിൽ പറയണ്ടല്ലോ, വലിയ കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കണില്ല. ഈ മെറ്റയ്ക്കൊന്നും കൊടുത്തിരുന്നില്ല. പിന്നെ മെറ്റയ്ക്ക് കൊടുക്കണമെങ്കിൽ കണ്ടമാനം കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് ഈ ആക്ടിൽ പറയുന്നുണ്ട്, അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ആക്ട് കൊണ്ട് കുറെ കാര്യങ്ങൾ പ്രാബല്യത്തിലേക്ക് ആക്കുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ബേസിക്കലി എങ്ങനെയാണ് സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. മീൻസ് വലിയ കമ്പനികൾക്ക് കൊടുക്കില്ല. മീൻസ് അതിന് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും, സർവൈലൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ കുത്തക പോലത്തെ കമ്പനികൾ ഇവര് സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാർക്കറ്റ് അവർക്ക് കിട്ടും സ്റ്റേബിൾ കോയിൻസിന്റെ. അപ്പൊ ഇവർക്ക് ഫൈനാൻസ് എങ്ങനെ നീങ്ങണമെന്നൊക്കെ കണ്ടീഷൻസ് വെക്കാൻ പറ്റും. പക്ഷേ അത്രയധികം മോണോപ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡ്, ഈ സ്റ്റേബിൾ കോയിന്റെ ലോകം അവർ മോണോപ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ? അവരെ സംബന്ധിച്ചിട്ട് ഒരു എളുപ്പക്കളിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്ത് കൊടുക്കുക, അവർക്ക് മാർക്കറ്റ് ഉണ്ടായാൽ മതി. മാർക്കറ്റ് ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയ പാർട്ടിയാണ് പൂളില്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഇതിലൊരു വലിയൊരു ഫോഴ്സാണ്, ഫിനാൻഷ്യൽ ഫോഴ്സാണ് അവർ. ബേസിക്കലി അവരൊരു വലിയൊരു ഫിനാൻഷ്യൽ സർവീസ് ആമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇവരുടെ അടുത്ത് ആശ്രയിച്ചിട്ട് സ്റ്റേബിൾ കോയിൻസ് വാങ്ങേണ്ടി വരും. മനസ്സിലായോ? ജനങ്ങൾക്ക് ആശ്രയിച്ചാൽ പറ്റും. അവരെ സംബന്ധിച്ചിട്ട് സിമ്പിൾ ആയിട്ട് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഈ ക്യാപിറ്റലിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മോണോപ്പൊളിയാണ്. അവർ കൺസ്യൂമർ സ്കീം എന്നൊക്കെ പറയും ആദ്യകാലത്ത്. ആദ്യകാലത്ത് എന്തിനാ പറയുന്നത്? ആൾക്കാരെ ആകർഷിക്കാൻ. പിന്നീട് അവർ കുത്തകയും ഈ മോണോപ്പൊളി വന്നതിന് ശേഷം പിന്നെ അവർ നിശ്ചയിക്കും പ്രൈസ്, കയറ്റി കൊണ്ടുവരാനൊക്കെ നോക്കും. മനസ്സിലായ? അപ്പൊ അത് വരാണ്ടിരിക്കാനാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറെ വേറെ കണ്ടീഷൻസ് ഒക്കെ വെക്കുന്നത്. ഈ ആക്ടിന്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ. മീൻസ് ട്രംപ് ഫാമിലിനെ മാത്രം അനുകൂലിച്ചിട്ടുള്ള ആക്ട് ആവരുത് എന്നുള്ള ഒരു കണ്ടീഷൻസ് ഒക്കെ ഇല്ല. എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ആക്ട് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട്. അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഈ എല്ലാവർക്കും കൂടിയിട്ടുള്ള ആൾക്കാർ അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ടോട്ടൽ ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത് ബേസിക്കലി. അല്ലാണ്ട് ഇൻഡിവിജ്വൽ ലെവലിൽ അവനവരുടെ കാര്യം നടത്തുന്നതായിരിക്കും അവരുടെ ചിന്ത ബേസിക്കലി. അപ്പൊ മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട്
ഇവനും പണി കിട്ടരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും ബേസിക്കലി. പിന്നെ കുറച്ച് കണ്ണിച്ചവരൊക്കെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവും, മനസ്സിലായി. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ആക്ട് ഇറക്കണത്. ഈ ആക്ട് തള്ളണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോവേഷന്റെ ബേസിലാണ് അവൾ പിന്നോട്ട് പോയിരുന്നെന്ന് വെച്ചിട്ട് ബേസിക്കലി അതാണ് ധൃതി പിടിച്ച് തള്ളണ്. അത് നമ്മൾ വല്ലാണ്ട് മുന്നോട്ട് പോകും. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ആവശ്യമില്ല, അവർക്ക് UPI ഉണ്ട്. ഇവിടുത്തെ സാധാരണ അത് ഉപയോഗിച്ചോളൂ. ഒരു തലവേനില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷെ ഇത് പൊതുജനം അവിടുത്തെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം. വാലറ്റ് വേറെ ട്രാൻസാക്ഷനിലായാലും ചെറിയ ഫീ പിടിക്കും. ബ്ലോക്ക് ചെയിൻ മെയിൻ്റെനൻസും ബ്ലോക്ക് വെരിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫീസ് പിടിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഫ്രീലെസ് ഒന്നുമല്ല, ഗവൺമെന്റ് അബ്സോർവ് ചെയ്യണമെന്നില്ല കോസ്റ്റ്, മനസ്സിലായോ. പിന്നെ അവിടെ CDBC വരില്ല എന്നുള്ള നിയമം അവർ ഉണ്ടാക്കുന്നുണ്ട് ബേസിക്കലി. CDBC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമബിൾ മണി. ഈ പ്രോഗ്രാമബിൾ മണി അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റോഡിയൽ വാലറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാലറ്റ്, സെൽഫ് മെയ്ഡ് വാലറ്റ്, ഒരു വാലറ്റ് നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ വാലറ്റിലാണ് നമ്മൾ കാശ് എടുത്ത് വയ്ക്കുക. പ്രൈവസി കൂടുതലായിരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് പോയിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കുന്നുള്ളത്. അതിനുള്ള സെക്യൂരിറ്റി മെക്കാനിസം ഇപ്പോൾ ആയിട്ടില്ല, മീൻസ് മെയിൻ സ്ട്രീം ആയിട്ടില്ല. ഇത് മെയിൻ സ്ട്രീം ആയിട്ടില്ല, പക്ഷെ ഈ സെക്യൂരിറ്റി മേഖല ഭയങ്കര പിന്നോട്ട് വേണം. ഇപ്പോൾ അത് പതുക്കെ കയറി വരുന്നുണ്ട്. അത് മാച്ച് ചെയ്യും ഭാവിയിൽ. ബേസിക്കലി ഈ ബ്ലോക്ക് ചെയിൻ വളർന്ന ബേസിൽ അവരും കീപ്പ് ചെയ്യും. ബേസിക്കലി ആ ബേസ് അവർ നിലനിർത്തും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിടികിട്ടിയ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് റെഗുലേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് സ്റ്റേബിൾ കോയിൻസിന്. അപ്പോൾ അവർ നോക്കും കുറേയൊക്കെ. ബേസിക്കലി അവർ കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഗവൺമെന്റ് ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെടുന്നു പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്ത്യനെ സംബന്ധിച്ച് വലിയ ഫോർ ഫ്രണ്ട് ഒന്നല്ല ടെക്നോളജിയിൽ. ഇന്ത്യ എപ്പോഴും ഹെഡ് ഓഫ് ദ കർവ് ആണ്. കാരണം വെച്ചാൽ അവിടെ ഫ്രീയാ, ഇൻസ്റ്റന്റ് ആണ്. പിന്നെ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, മനസ്സിലായി. അപ്പൊ അമേരിക്ക ഭയങ്കര പിന്നോട്ടാണ് ഈ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഇന്ത്യനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിട്ട് അതൊരു വലിയൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ബേസിക്കലി. ഈ സ്റ്റേബിൾ കോയിൻ ആക്ട് നമ്മളെ സംബന്ധിച്ചിട്ട് അത്ര വലിയ ഗുണകരമായ കാര്യമല്ല. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എന്തിട്ട് ഗുണം നമ്മൾ ചിന്തിക്കണ്ടാവും. നമ്മൾക്ക് ഇതെങ്ങനെയൊക്കെ ഉൾപ്പെടുത്താം നമ്മുടെ സിസ്റ്റത്തിൽ. മീൻസ് ക്രിപ്റ്റോയുടെ പല ഗുണങ്ങളും ഈ ബ്ലോക്ക് ചെയിൻ അങ്ങനെ സാധനങ്ങൾ. നമ്മൾ CDBC ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CDBC ഇഷ്യൂ ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ RBI ഡയറക്റ്റ് ഏൺ ചെയ്യുന്ന കറൻസീസ് ആണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രോഗ്രാം ചെയ്യും മണി എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ. അവർക്ക് കൂടുതൽ കൺവീനിയൻസ് ഉണ്ടാവും നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നത്. കാശ് ഒരു സർവൈലൻസ് ഒക്കെ വരും ബേസിക്കലി. നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയും കൂടി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലാണ് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പോകും. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കണം 500 മില്യൺ ആൾക്കാർ UPI ഉപയോഗിക്കുന്നുണ്ട്. ഈ CDBC ഇന്റഗ്രേഷൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുറെ കൺട്രോൾ കിട്ടും. പക്ഷെ ഭൂരിഭാഗം വേറെ കുറച്ച് ആൾക്കാരില്ലേ, എത്രയാ 140 കോടി ഇല്ലേ, ബാക്കി ഉണ്ടല്ലോ, അവര് ക്യാഷ് ഉപയോഗിക്കണം. ബേസിക്കലി റൂറൽ ഏരിയാസ് ഒക്കെ, അർബൻ ഏരിയാസിലെ ആൾക്കാരായിരിക്കും. ഇപ്പൊ റൂറലിൽ എത്തുന്നുണ്ട് UPI. ചില വിഷമമൊന്നുമില്ല. CDBCയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ റിസർവ് ബാങ്കിന് ഗ്രേറ്റ് കൺട്രോൾ കിട്ടും. മീൻസ് പേഴ്സണൽ അഫയേഴ്സിൽ അതെനിക്ക് വലിയ താല്പര്യമില്ല, പ്രൈവസി ഇല്ല. പക്ഷെ അതിന് നമുക്ക് ആൾട്ടർനേറ്റീവ്സും കണ്ടെത്താം. ബേസിക്കലി CDBC നമുക്ക് കാശ് അങ്ങോട്ട് മാറ്റാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ ആൾക്കാർ ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുകയും ചെയ്യും. പല രീതിയിലും പ്രൈവസി ഫോക്കസ് സിസ്റ്റംസിലേക്ക് അവർ മാറും. അല്ലെങ്കിൽ ഈ സർവൈലൻസ് ഇല്ലാത്തതിൽ ഉള്ള സിസ്റ്റംസിൽ അവർ നോക്കും. പക്ഷെ CDBC വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോണമിറ്റി നഷ്ടപ്പെടും. ബേസിക്കലി ഓട്ടോണമസ് ആയിരിക്കില്ല. നമ്മൾ വല്ലവരുടെ കീഴിലാണ് ഉള്ള ഒരു ഇതുണ്ടാവും ഫീലിംഗ്. പക്ഷെ ആ ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കാനിരുന്നാൽ മതി ഗവൺമെന്റ്, വേറെ കാര്യം, മനസ്സിലായോ. പക്ഷെ എന്തായാലും ശരി, അമേരിക്കയും ഇന്ത്യയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്നോവേഷന്റെ കാര്യത്തിൽ, ഈ ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞതാ. ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാനാണ് നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സിലായി. പിന്നെ ഇതുവരെയായിട്ട് ക്രിപ്റ്റോ സർവീസസ്, ക്രിപ്റ്റോ ഫിനാൻഷ്യൽ സർവീസസ് ഒന്നും ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മീൻസ് ടോക്കണൈസ്ഡ് ആയിട്ടുള്ള ഷെയർസ് ഒന്നും വന്നിട്ടില്ലല്ലോ നമ്മളുടെ മാർക്കറ്റിലൊന്നും. ബേസിക്കലി മീൻസ് ഒരു എക്സ്ചേഞ്ചും അത് ഓഫർ ചെയ്യണമില്ല. ബേസിക്കലി ടോക്കണൈസ് ഷെയർസ് ഒക്കെ നമുക്ക് ഷെയറൊക്കെ ടോക്കണൈസ് ഫോർമാറ്റിൽ വാങ്ങി വെച്ച് വാലിറ്റികൾ എടുത്ത് വെക്കുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ ബേസിക്കലി, മനസ്സിലായി. പിന്നെ ക്രിപ്റ്റോ വെച്ചിട്ട് ലെൻഡ് ചെയ്യാം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. നമ്മുടെ കറൻസി വെച്ചിട്ടാണ് എല്ലാ കളികളും നമ്മൾ ചെയ്യണത്. ബേസിക്കലി അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ, മനസ്സിലായോ. അപ്പൊ അമേരിക്ക അങ്ങനെയല്ല. അമേരിക്ക പോണ ഡയറക്ഷൻ വേറെയാണ്. അവരുടെ കൺസ്യൂമേഴ്സിന് നല്ലത് അതാണ്. ബേസിക്കലി അവരുടെ യൂസേഴ്സിന് കുറച്ചും കൂടി ചീപ്പർ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവർ നോക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിപ്റ്റോ ആയിരിക്കും. പിന്നെ അത് ക്രിപ്റ്റോ ആവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റലിസ്റ്റ് മോട്ടവും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലിസം ഉണ്ട്, പ്രൈവസി ഫോക്കസും ഉണ്ട്. ബേസിക്കലി അതൊക്കെ ഉണ്ട്. പിന്നെ ഡീസെൻട്രലൈസ്ഡും ഉണ്ട്. ബേസിക്കലി എങ്ങനെ വേണമെങ്കിലും ട്രേഡ് നടത്താം. നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ത്യനെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ സ്വഭാവം അല്ല ഇവിടെ. ഒരു കളക്ടിവിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരാണ് കുറേയൊക്കെ, എല്ലാവരാന്ന് ഞാൻ പറയണില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ UPI നല്ലത്. ബേസിക്കലി അവർക്ക് ഫ്രീ ആണ്. പിന്നെ കണ്ടമാനം ദാരിദ്ര്യവാസിയുള്ള നാടാണ്. പിന്നെ കാശില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, GDP ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇന്ത്യയുടെ വലിയ GDP എന്നൊക്കെ പറയും 6-7%. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം 90% ആൾക്കാരുടെ പ്രൈവറ്റ് കൺസംഷൻ സ്റ്റാഗ്നന്റ് ആണ്. പ്രീ കോവിഡിൽ അവർ സ്റ്റാഗ്നൻസ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം. 10% അപ്പർ മിഡിൽ ഇൻകം ആൾക്കാരെ
കാര്യമാണ് ബെറ്റർ ആയിട്ടുള്ളൂ. മനസ്സിലായി? പിന്നെ എക്സ്റ്റേണൽ ഫണ്ടിങ് ഉണ്ട്, ഫോറിൻ ഫണ്ടിങ് ഒക്കെ കാരണം കൊണ്ട് നല്ല രീതിയിൽ കാശ് വീർപ്പിക്കുന്നുണ്ട്. ബേസിക്കലി GDP കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബേസിക്കലി അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റുണ്ടോ GDP ഉള്ളിൽ. അല്ലാണ്ടൊന്നും GDP പിന്നെ കോർപ്പറേറ്റ് ഔട്ട്പുട്ട് പിന്നെ ഗവൺമെന്റിന്റെ ഔട്ട്പുട്ട് ഒക്കെ കൂട്ടിയിട്ടാണ് GDP കണക്ക് കൂട്ടുന്നത് ബേസിക്കലി. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ പ്രൈവറ്റ് കൺസംഷൻ ഇപ്പോൾ സ്റ്റാഗ്നന്റ്. EMIയും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, EMIയും ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് വലിയൊരു തുക ഇൻകം EMIക്ക് പോവാണ് ബേസിക്കലി. അത് മാത്രമല്ല ഇൻകം സ്റ്റാഗ്നേഷനും ഉണ്ട്. ഇൻകം സ്റ്റാഗ്നേഷൻ അല്ല, റിസീവ് ചെയ്യുന്ന സ്വഭാവങ്ങളും ഉണ്ട്. പിന്നെ ഭാവിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി പോകാനുള്ള സാധ്യതകളും കൂടുതലാണ് കാരണം കൊണ്ട്. അപ്പം എല്ലാവരും പറയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അടിപൊളിയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ നമുക്ക് പെൻഷൻ കിട്ടിയിരുന്നു, ബേസിക്കലി ഗവൺമെന്റ് പെൻഷൻ തന്നിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഗവൺമെന്റ് നമ്മുടെ കാശിൽ നിന്ന് ഈടാക്കിയിട്ട് പിടിച്ചിട്ടാണ് ഈ പെൻഷൻ തരുന്നത് ബേസിക്കലി. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത രാജ്യം കാരണം, മീൻസ് സ്റ്റേറ്റ് ആയ കാരണം കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന് കാശ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കടമെടുത്തിട്ടൊക്കെ ആയിരിക്കും കൊടുക്കണ്ടാവും ബേസിക്കലി. ചിലപ്പോൾ കറക്റ്റ് സമയത്ത് പേയ്മെന്റ് കിട്ടിയെന്ന് വരില്ല. മനസ്സിലായോ? പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഗവൺമെന്റ് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഓട്ടോണമസ് ആയിട്ട് ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഭാവിയിലുണ്ട്. അവരുടെ ജോലി ചോദ്യചിഹ്നത്തിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഹോൾ ഇന്ത്യയാണ്. ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ എന്ത് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത്? അവർ സ്വന്തമായിട്ട് ഉൽപ്പന്നം ഉണ്ടാക്കണ്ട, ഉൽപ്പന്നം മാർക്കറ്റിൽ വെക്കണ്ട, ഇല്ല. വളരെ കുറച്ച് ആൾക്കാർ വെക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ചാണ്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. മീൻസ് അവർക്ക് ആ എന്റർപ്രണീർ സ്പിരിറ്റ് ഇപ്പോഴും ഇല്ല. മനസ്സിലാക്കുക. ഈ കുറെ കൂട്ടം ആൾക്കാർക്ക് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് UPI വെച്ചിട്ട്. അമേരിക്ക ഒരു ക്യാപിറ്റൽ സൊസൈറ്റിയാണ്. അവരെ സംബന്ധിച്ചിട്ട് ഇൻഡിവിജ്വൽസ് ആണ് മുഖ്യം. മീൻസ് ഇനി അവർക്ക് നമ്മളുടെ ഫിലോസഫി അത്ര പിടിക്കില്ല. മനസ്സിലായ? അപ്പൊ അവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവര് കുറച്ച് കാശ് പോയാലും ശരി അവർക്ക് സീനില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ബേസിക്കലി. മീൻസ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമില്ല അവർക്ക്. വെച്ചാൽ അവര് ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, ഹൈപ്പർ ഇൻഡിവിജ്വലിസ്റ്റിക് ഒരു സൊസൈറ്റിയാണ്. അവർ ചെറിയ ട്രാൻസാക്ഷൻ ഫീ ഒക്കെ കൊടുത്താൽ അവർക്ക് വലിയ സീനില്ല ബേസിക്കലി. സ്റ്റേബിൾ കോയിൻസ് ഉപയോഗിക്കണതോ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കണതോ അവർക്ക് വലിയ സീനില്ല. മനസ്സിലായ? പിന്നെ അവർക്ക് വേണമെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭേദം. അവർക്ക് ഗവൺമെന്റ് ആയിട്ട് വലിയ താല്പര്യമില്ലാത്ത കുറച്ച് കൂട്ടം ആൾക്കാരാണ് അമേരിക്കക്കാർ. ഈ കുട്ടികളുടെ ഇടയിൽ മാത്രം സോഷ്യലിസം ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. സോഷ്യലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഫെയർ എക്കണോമിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റലിസത്തിന്റെ മുകളിൽ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വലിയ ടാക്സ് സിസ്റ്റം വേണമെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയൊരു ടാക്സ് ഈടാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനാണ് പറയുന്നത് ബേസിക്കലി. മീൻസ് അവർക്ക് കൂടുതൽ സർവീസ് കൊടുക്കണമെന്നാണ് പറയുന്നത് ബേസിക്കലി. പക്ഷേ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. നടക്കാനുള്ള സാധ്യത ഉണ്ടോ? ഭാവിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം നീങ്ങണത്. ഒരു നോർവീജിയൻ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രീതികളിലൊക്കെ ആയിരിക്കും അമേരിക്ക പോണത്. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട്. ഫിനാൻഷ്യൽ സർവീസസിന്റെ കാര്യത്തിൽ, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യയാണ് ഇപ്പം മുന്നിൽ. മനസ്സിലായോ? മീൻസ് അഡോപ്ഷനിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ്, ഫ്രീ, നല്ല പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും ഉള്ള സിസ്റ്റംസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യയാണ് മുന്നിൽ നിൽക്കുന്നത് ബേസിക്കലി. അതിൻ്റെ ഇടയിൽ ഇന്ത്യക്കാരെന്തായാലും ഈ ക്രിപ്റ്റോ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊഡക്ട്സുകളൊക്കെ ബേസിക്കലി. മനസ്സിലായി? ഭാവിയിൽ ഇന്ത്യയിൽ വിശ്വാസം ഇല്ലാണ്ട് അവർ അങ്ങോട്ട് മാറാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാറാം ബേസിക്കലി. അത് മാറും. പക്ഷേ ഇപ്പൊ നിലവിൽ മാറാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷെ സ്പെക്കുലേറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും ബേസിക്കലി. നമ്മൾ എന്തായാലും ഉപയോഗിക്കും. ടോക്കണൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കും ഷെയറൊക്കെ നമ്മൾ വാങ്ങും ബേസിക്കലി. പല എക്സ്ചേഞ്ചുകളും കണ്ടെത്തിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ളത്, മീൻസ് യൂസർ ഓണ്ട അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നിലനിൽക്കുന്ന എക്സ്ചേഞ്ചുകൾ നോക്കിയിട്ട്. പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, അമേരിക്കയിൽ ഈ ബൈനാൻസ് അല്ലെങ്കിൽ ബൈനാൻസ് USD, ബൈനാൻസ് മറ്റേ പ്രൈവറ്റ് പാർട്ടിയുടെ ഇത് ഉപയോഗിക്കുമ്പോഴാണ് അത് ഫ്രീ ആയിട്ട് കിട്ടണം. എന്ന് വെച്ചാൽ അവർ അബ്സോർബ് ചെയ്യും. പക്ഷേ ഡീസെൻട്രലൈസ് ടെക്നോളജിയുടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ വാലറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഫീ ഉണ്ടാവും, അവർ ഏറ്റെടുക്കേണ്ടി വരും ആ കാശ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഭാവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഈ സ്റ്റേബിൾ കോയിൻസ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. അമേരിക്ക മാത്രമല്ല, അമേരിക്കയിൽ അടിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുറെ രാജ്യങ്ങൾ, ബേസിക്കലി UPI പോലത്തെ പ്രൊഡക്റ്റുകൾ ഇല്ലാത്ത രാജ്യങ്ങളും സ്റ്റേബിൾ കോയിൻസ് ഉപയോഗിക്കാൻ ചാൻസ്. വെനസ്വേല പോലത്തെ രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ പെഗ്ഡ് സ്റ്റേബിൾ കോയിൻസുകളാണ്, US പെഗ്ഡ് സ്റ്റേബിൾ കോയിൻസുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ കറൻസി ഇൻഫ്ലേഷനൊക്കെ കാരണം കൊണ്ട്. മനസ്സിലായോ? അപ്പൊ അവർക്ക് അവിടെ ഭയങ്കര റീച്ച് ഉണ്ട്. പക്ഷെ ഇന്ത്യയിലും നടക്കില്ല കേട്ടോ. ഇന്ത്യക്ക് ഇന്ത്യയുടെ രീതിയിലുള്ള വരികളുണ്ട്. മനസ്സിലായോ? നമ്മുടെ പ്രൊഡക്ട്സുകളും ഉണ്ട് അങ്ങനത്തെ UPI റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ, ഫിനാൻഷ്യൽ പ്രൊഡക്ട്സുകൾ ഉണ്ട് നമുക്ക് ബേസിക്കലി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വീഡിയോയിൽ. മനസ്സിലായോ? നമ്മൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വളരെ പിന്നോട്ടായതുകൊണ്ട് അവര് ഈ ക്രിപ്റ്റോ ഉപയോഗിക്കും, CDBC ഒഴിവാക്കും ബേസിക്കലി. ഈ
ഡീസെൻട്രലൈസ് ടെക്നോളജികൾ ഉപയോഗിക്കും. അവരുടെ ജനത ഫുൾ ഓട്ടോണമസ് ആവും. ബേസിക്കലി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ഒപ്പം വേറെ പ്രശ്നങ്ങളുണ്ട്. വീണ് പോയിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യം. അത് ഗവൺമെന്റ് കിട്ടുന്നതാണ് ഗവൺമെന്റ് പറയുന്നത്. എന്നാലും അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നല്ല വളർച്ച മീൻസ് ഡെവലപ്മെന്റ് ഉള്ള ഒരു രാജ്യമായിരുന്നു അമേരിക്ക. അന്ന് ഭൂരിഭാഗം രാജ്യങ്ങളും ദരിദ്രവാസികളായിരുന്നു. ആ രാജ്യം ഇപ്പൊ ഡൗൺവേർഡ് സ്പൈറലിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളർന്നപ്പോ ബാക്കി രാജ്യങ്ങൾ ദരിദ്രവാസികളായിരുന്നു. പക്ഷേ ഗ്ലോബലൈസേഷൻ എന്നിവ കാരണം കൊണ്ടൊക്കെ ബാക്കി രാജ്യങ്ങൾ വളരാൻ തുടങ്ങി. ബാക്കി രാജ്യങ്ങൾ വളരുന്നതോടൊപ്പം അവരുടെ GDP കൂടുതലല്ല ചെയ്തത്. അവരുടെ GDPയിൽ കിട്ടുന്ന അവരുടെ റവന്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ റവന്യൂ ഒക്കെ ബാക്കി രാജ്യങ്ങൾക്ക് എത്തി. ചൈന, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ അവർ വളർന്നു. ബേസിക്കലി അവരിപ്പോൾ ദരിദ്രവാസി രാജ്യങ്ങളാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അവർ ഡെവലപ്പിംഗ് ആണ്. അമേരിക്കക്ക് കിട്ടുന്ന കാശൊക്കെ ചൈനയ്ക്ക്, ഇന്ത്യയിലേക്കൊക്കെ പോയി. ബേസിക്കലി ഇപ്പൊ പണ്ടത്തെ പോലത്തെ പരിപാടികളൊന്നും നടക്കില്ല. ഇന്ത്യയും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൈനയും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കി കുറെ രാജ്യങ്ങളും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ദരിദ്രവാസിയായപ്പോൾ ലോകം മുഴുവനും ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ ദരിദ്രവാസിയായപ്പോൾ അമേരിക്ക വലിയ റോളായിരുന്നു. ബാക്കി രാജ്യങ്ങൾ കയറുമ്പോൾ അമേരിക്കന് കിട്ടുന്ന കാശ് മുന്നേ അവിടേക്ക് പോയി അവരൊക്കെ കാശേറെ തുടങ്ങി. ബേസിക്കലി അപ്പൊ പണ്ടത്തെ പോലെ കുങ്കൊന്നും വർക്കിയില്ല. മീൻസ് പവറൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അവരും ക്യാപിറ്റലിസം സ്വീകരിച്ച് കയറി കട്ടയ്ക്ക് നിൽക്കുകയാണ്. ബേസിക്കലി അമേരിക്കയായിട്ട് അവരുടെ രീതിയിൽ ട്രാൻസാക്ഷൻ അവരുടെ കറൻസി ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യാൻ നോക്കുന്നത്. ബേസിക്കലി മനസ്സിലായോ? അപ്പൊ അവർക്ക് ഡോമിനൻസ് കൂടുതലാണ്. എല്ലാവരും അവരുടെ രീതിയിൽ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അമേരിക്ക റീച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സ് ഒക്കെ വെച്ചിട്ടാണെന്ന് പറയുന്നത്. അതും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക് ആവാനുള്ള സാധ്യതയുള്ളൂ. ബേസിക്കലി നമ്മൾ പറയുന്നത് ഏത് കാലം ഉണ്ടാവുന്നു, ഏത് കാലം ഒന്നും ഉണ്ടാവില്ല. ഈ അമേരിക്ക എന്ന് പറഞ്ഞ സാധനം തന്നെ 300 വർഷമായിട്ടുള്ളൂ. 300 വർഷം ആയിട്ടുണ്ടാ. 300 വർഷം അത്രക്ക് തന്നെ. 300 വർഷത്തിന്റെ പറയുന്നത് കഥ 300 സംതിങ് 20 വർഷം നോക്കാൻ 330 അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ചൈന നോക്കുകയാണെങ്കിൽ അതിനും കൂടുതലുണ്ട്. ചൈന 2000 വർഷം ഉണ്ടോ, അതിന് കൂടുതലുണ്ടോ. ബേസിക്കലി അത്രയും പഴക്കമാണ് ചൈനയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ. അമേരിക്ക 300 ഉള്ളൂ. അവര് സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. അമേരിക്ക പിന്നോട്ട് പോവുക കാര്യത്തിൽ. ചൈന സ്ട്രോങ് ആണ് കൾച്ചറിൽ. അവരുടെ ലാംഗ്വേജ് ഉള്ളൂ മാൻഡറിൻ. എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അവർ പെട്ടെന്ന് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇന്ത്യയുടെ കാര്യത്തിൽ മൾട്ടി കൾച്ചറലിസം കാരണം പല ലാംഗ്വേജുകളും ഉണ്ട്. അതുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കൾച്ചറൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മനസ്സിലായോ? പക്ഷെ എന്തായാലും ശരി, രണ്ട് രാജ്യങ്ങളും കത്താണ്. ഇപ്പൊ അവരും ദരിദ്രവാസി രാജ്യങ്ങളല്ല. പണ്ടത്തെ 50 വർഷമുള്ള രാജ്യങ്ങൾ അവര് ഒക്കെ കയറി. ഈ GDP ഒക്കെ അങ്ങോട്ട് പോയി. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കനെ കടത്തി വെട്ടിയും ഇവിടുത്തെ കമ്പനികളൊക്കെ അമേരിക്കൻ കമ്പനിയെക്കാട്ടും വലുതായിരിക്കും. അന്ന് അമേരിക്കൻ കമ്പനീനെ വെട്ടിക്കാന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവ് തന്നെ വാലിഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കില്ല. അന്ന് വേറൊരു മോഡലായിരിക്കും. സിസ്റ്റം ഗവർണൻസിന്റെ മോഡൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ബേസിക്കലി ജനങ്ങൾ വളരെയായിട്ട് വിവരം വെക്കുമ്പോൾ ഡീസെൻട്രലൈസ് ടെക്നോളജീസ് ഒക്കെ അംഗീകരിക്കാൻ തുടങ്ങും. പരമാവധി ഗവർണൻസ് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും. സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ കൂടും. മനസ്സിലായോ? അങ്ങനത്തെ കുറെ ഒരു കാലം വരുമ്പോൾ മീൻസ് ഗ്ലോബലാവും ലോകം മുഴുവനും. ഞാൻ വിശ്വസിക്കുന്നത് ഗ്ലോബൽ ആവണമെന്നില്ല. എല്ലാവരും ഒരു ചുരുങ്ങിയ ക്ലോസ് നെറ്റ് ആയിട്ടുള്ള ആൾക്കാരാവും. അവര് വളരെ മീനിങ് ആയിട്ട് ജീവിച്ച് മരിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. എനിക്കറിയില്ല. പക്ഷെ ഭാവിയിൽ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുന്നിൽ ബുദ്ധിസം വളരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഇക്വാളിറ്റിയുടെ മതമാണ് ബുദ്ധിസം. ഡിസ്ക്രിമിനേഷനെതിരെയുള്ള മതമാണ് ബുദ്ധിസം. ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള എല്ലാതരം ഇതുണ്ട്. ബേസിക്കലി സാധ്യതകളുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും യൂണൈറ്റ് ചെയ്യാൻ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് പ്രകാരം. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിവൈഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പ്രാകൃതമായ രീതികളിലാണ് നമ്മൾ നീങ്ങുന്നത്. വെച്ചാൽ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുമ്പോൾ മീൻസ് ക്രിസ്ത്യൻ അല്ലാത്തവനൊക്കെ ഉണ്ട്. ബുദ്ധിസം അങ്ങനത്തെ ഇല്ല. എല്ലാവരും ടോളറൻസ് ഉണ്ട്. ബേസിക്കലി എല്ലാവരുടെ അടുത്തും ടോളറൻസ് ഉള്ളൊരു മതമാണ്. ബേസിക്കലി അങ്ങനെ ആവാനുള്ള സാധ്യതകൾ ഉണ്ട് ഞാൻ പറയുന്നത്. അത്രയുള്ളൂ. പക്ഷെ ഇപ്പൊ നിലവിൽ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയാണ് മുന്നിൽ ഞാൻ പറഞ്ഞോളൂ. ഇന്ത്യ അത്ര പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യില്ല. നമ്മൾക്ക് സ്പെക്കുലേഷന്റെ പ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അത് അമേരിക്കയ്ക്കായാലും ശരി. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇപ്പൊ അവർക്ക് ഒരു ലീപ്പ് വേണം ഫിനാൻഷ്യൽ കാര്യത്തിൽ. അതിന് അവർ സ്റ്റേബിൾ കോയിൻസ് ഉപയോഗിക്കും, ക്രിപ്റ്റോ ഇന്റഗ്രേറ്റ് ചെയ്യും, സാധാരണക്കാർക്ക് ക്രിപ്റ്റോ ഉപയോഗിക്കും. അതന്നെ. പിന്നെ സ്റ്റേബിൾ കോയിൻസ് ഗവൺമെന്റ് റെഗുലേറ്റഡ് ആണ്. ബാക്കിയുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. കാശ് പോയാൽ പോയി, അത്രേ ഉള്ളൂ. അത് അവരുടെ ഇഷ്ടം. പക്ഷെ അവരുടെ മോട്ടോ ഇൻഡിവിജ്വൽസ് ആണ്. ഈച്ച് മാൻ ആൻഡ് വുമൻ ഫോർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എന്ന് പറയുന്നത്. എന്തായാലും ശരി, ഈ വീഡിയോയിൽ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി അടുത്ത വീഡിയോ പറഞ്ഞാൽ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നമസ്കാരം.